പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ളവരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ പലവിധമായ ആഗ്രഹങ്ങളുണ്ട്. ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. എന്നാൽ ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നില്ല. എന്നാൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും വലിയതായിരിക്കും. ആമേൻ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പല വിഷയങ്ങളുടെ മറുപടി ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. ആമേൻ. എന്നാൽ അതോർത്ത് ഭാരപ്പെടേണ്ട. എൻ്റെ ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നില്ലേ, കർത്താവ് കാണുന്നില്ലേ, ഇതെനിക്ക് ആവശ്യമുണ്ടെന്ന് എൻ്റെ അപ്പൻ അറിയത്തില്ലേ എന്ന് നാം ഭാരപ്പെടേണ്ട. ഇതിൻ്റെ പിന്നെ ദൈവത്തിന് എന്തോ വലിയതൊന്ന് ചെയ്യുവാനുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയും, അതായത് രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനെയും അവരുടെ രണ്ട് വ്യത്യസ്തമായ ആഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കുവാനിടയായിത്തീരും. ഒന്നാമത്തത് ധനവാനായൊരു മനുഷ്യനും രണ്ടാമത്തത് ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രനും. ഈ ധനവാനായൊരു മനുഷ്യൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ ദരിദ്രനായ മനുഷ്യനോ സ്തോത്രം ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു എന്ന് നാം വായിക്കുന്നു. സ്തോത്രം. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി ആ ദരിദ്രനായ ലാസറിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഭൂമിയിൽ വെച്ചുള്ള ആഗ്രഹം. എന്നാൽ ഈ ധനവാന്റെ ആഗ്രഹം ഭൂമിയിൽ തനിക്കൊരു ആഗ്രഹവുമില്ല. തൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുക. പാതാളത്തിൽ ചെന്നപ്പോഴാണ് ധനവാനൊരു ആഗ്രഹമുണ്ടായത്. എന്നാൽ ദരിദ്രനായ ആ മനുഷ്യന് ലാസറിനും ഭൂമിയിൽ വെച്ചൊരു ആഗ്രഹമുണ്ടായിരുന്നു. വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. സ്തോത്രം. അവിടെ അവൻ ആഗ്രഹിച്ചത് അവന് ലഭിച്ചു എന്ന് നാം വായിക്കുന്നില്ല. ധനവാൻ മേശയിൽ നിന്ന് സ്തോത്രം ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് ലാസർ തിന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആ ദരിദ്രനായ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു. എന്നാൽ അത് സാധിച്ചു എന്ന് തോന്നുന്നില്ല. സ്തോത്രം. എന്നാൽ പാതാളത്തിൽ കിടക്കുമ്പോൾ ധനവാന്റെ ആഗ്രഹം എന്തുവായിരുന്നു? അതേ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-24 വചനങ്ങൾ വായിക്കുന്നു. ധനവാന് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കേണമേ. അവിടെ വെള്ളത്തിനായി ആഗ്രഹിക്കുകയാണ്. എങ്ങനത്തെ വെള്ളം? ഒരു തുള്ളി വെള്ളം. സ്തോത്രം. ആമേൻ. അവൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിച്ചാൽ മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു? നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു എന്ന് പറയുന്നതിൽ ആമേൻ നമ്മുടെ നിത്യതയെ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയത്തില്ല. ഈ ദരിദ്രനായൊരു മനുഷ്യൻ വ്രണം നിറഞ്ഞവനായി ആയിരുന്നു. ആമേൻ. സ്തോത്രം. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. അത്രമാത്രം ഭൂമിയിൽ ഒരു ശോചനീയമായ അവസ്ഥ. താനൊരു ദരിദ്രൻ, അതുപോയിട്ട് തൻ്റെ ശരീരത്തിലും ആരോഗ്യമില്ലാത്തൊരവസ്ഥ. വ്രണം സ്തോത്രം ചീഞ്ഞു നാറുന്ന ഒരവസ്ഥ, ആരും അടുക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് എല്ലാവരും അവനെ സ്തോത്രം മാറ്റി നിർത്തി ഉപേക്ഷിച്ചു. അവൻ ആഗ്രഹിച്ചതുപോലെ അവന് ലഭിച്ചില്ല. എന്നാൽ 22-ാം വചനത്തിൽ നാം വായിക്കുന്നു, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഭൂമിയിൽ അവന് യാതൊരു മാന്യതയും ലഭിച്ചില്ല. നായ്ക്കൾ മാത്രമേ അവനോട് കൂടി ഉണ്ടായിരുന്നുള്ളൂ വ്രണം നക്കുവാൻ. പക്ഷെ അവൻ മരിച്ചപ്പോഴുണ്ടല്ലോ, ദൂതന്മാർ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്നു. അവൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ കൊണ്ടുപോയി. എത്ര മാന്യതയാണ്, ശ്രേഷ്ഠതയാണ് അവനവിടെ ലഭിക്കുന്നത്.
ഭൂമിയിൽ ചില ആഗ്രഹങ്ങൾ സാധിപ്പിച്ചില്ലെങ്കിലും, യാതൊരു സ്ഥാനമാനങ്ങളും ശ്രദ്ധകളും ആഗ്രഹിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല എങ്കിലും വിശുദ്ധിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കാമോ? അവന് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു. അതേ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. എന്നാൽ ചിലത് സാധിക്കാതിരിക്കുമ്പോൾ അതോർത്ത് വിഷമിക്കരുതേ, ഭാരപ്പെടരുതേ. ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഭൂമിയിൽ ചിലപ്പോൾ നിന്ദകളുണ്ടാകാം, പരിഹാസങ്ങളുണ്ടാകാം, ആത്മീയ മേഖലകളിൽ നിന്ന് പോലും ദൂഷണങ്ങളുണ്ടാകാം. ആമേൻ, ആമേൻ. പല വിധിയെഴുത്തുകൾ നമുക്കെതിരെ കടന്നു വരാം. ഭാരപ്പെടരുത്, നമ്മെ ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ട്. എന്നാൽ ഈ ധനവാന്റെ കാര്യമോ, ഭൂമിയിൽ യാതൊരു കുറവുമില്ല. ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ദൈവം എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ടല്ല എനിക്ക് അനുഗ്രഹങ്ങൾ. പക്ഷേ മരിച്ചപ്പോഴോ നല്ല അടക്കം ലഭിച്ചു. പക്ഷെ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവിടെ നിന്ന് മേലോട്ട് നോക്കി കാണുന്നത് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ അബ്രഹാം പിതാവ് പറയുന്നൊരു കാര്യമുണ്ട് 25-ാം വചനത്തിൽ, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത് ഭൂമിയിൽ ചില തിന്മകൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരെ, സ്തോത്രം, എല്ലാ മേഖലകൾക്കെതിരെ ചില തിന്മകൾ കടന്നു വരുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. നാം ആശ്വസിക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയതിനാൽ പുറമേയുള്ള അത് കണ്ടല്ല നാം ഭക്തരാണെന്നും വിശുദ്ധരാണെന്നും ദൈവത്തോട് കൂടിയിരിക്കുന്നവരെന്നും അറിയുന്നത്. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചില്ല എങ്കിലും ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് നമ്മെ മാനിക്കും. ഈ ഭൂമിയിലും കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്നു. കർത്താവ് അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ സേവിക്കുന്നവരായി നാം ആയി തീരരുത്. എങ്കിൽ സ്തോത്രം, നമ്മുടെ ജീവിതം വേദനാജനകമായി മാറും. എന്നാൽ ഏത് വേദനയുടെ പ്രതിസന്ധിയുടെ മധ്യത്തിലും ആരെല്ലാം എതിരായി മാറിയാലും കർത്താവിൻ്റെ പൊന്മുഖത്ത് നോക്കി നാം യാത്ര ചെയ്താൽ നിശ്ചയമായി നിത്യാശ്വാസം നമുക്ക് പ്രാപിക്കുവാനിടയായി തീരും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അപ്പോൾ വചന പ്രഹാരം ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങയുടെ മുൻപിൽ ഇരിക്കുന്നു കർത്താവേ. അങ്ങയുടെ ഇഷ്ടം പോലെ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിത്യാശ്വാസവും നിത്യസമാധാനവും നിത്യസ്വസ്ഥതയും നൽകി മാനിക്കുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. Amen, amen, amen. May God bless you.